ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന ടാരിഫ് നിങ്ങൾക്കറിയാം. ഈ ഏപ്രിൽ, അതായത് ലിബറേഷൻ ഡേ അനുബന്ധിച്ച് 34% ടാരിഫാണ് ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ 34% ടാരിഫ് ഒരു ഭാഗത്ത്, അതിന് റിറ്റാലിയേറ്ററി ആയിട്ട് ചൈന 34% അമേരിക്കൻ പ്രോഡക്റ്റിൻ്റെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തി. മനസ്സിലാക്കണ രണ്ട് രീതി. അതിനെ റെസ്പോണ്ട് ചെയ്ത് ട്രംപ് പറഞ്ഞേക്കുന്നത് ഈ മാസം 9-ാം തീയതി, അതായത് ഏപ്രിൽ 9-ാം തീയതി ഈ 34% ടാരിഫ്, ചൈന ഏർപ്പെടുത്തിയ ടാരിഫ് അവര് പിൻവലിച്ചില്ല എങ്കിൽ ചൈനയുടെ മുകളിൽ 50% ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തും. അപ്പം ഇത് കേൾക്കുന്നവർക്ക് അത്ര സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഇത് സിമ്പിൾ ഒന്നുമല്ല. 34% വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് ചൈന മെയിൻലാൻഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 14 മുതൽ 15% സ്റ്റോക്ക് അത് പൊളിഞ്ഞു പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹോങ്കോങ്, അവിടെ 9 മുതൽ 12% അവിടെ സ്റ്റോക്ക് തീർന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടായി. ഈ 50% ടാരിഫ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ധരിക്കുന്നു ഇപ്പോൾ ഏത് രീതിയിലായിരിക്കും ചൈന പോകുന്നത്. അതായത് ചൈന അമേരിക്കയുമായി നടത്തുന്ന എക്സ്പോർട്ട്, ചൈനീസ് സാധനങ്ങൾ അമേരിക്കയിൽ പോകുന്നത് ഒരു വർഷം 400 ബില്യൻ്റെയാണ് പ്രോഡക്റ്റ്. ഈ 400 ബില്യൺ പ്രോഡക്റ്റിൻ്റെ മുകളിൽ 50% ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ വരാൻ പോകുന്ന ഒരു മാസത്തിനുള്ളിൽ, എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഏകദേശം ചൈനയിൽ 3500 മുതൽ 4000 വരെ ചെറുതും വലുതുമായ വലിയ വലിയ കമ്പനികളല്ല, ചെറുതും വരെ SME അങ്ങനെയുള്ള കമ്പനികൾ, സ്മോൾ ആൻഡ് മീഡിയം ലെവൽ കമ്പനികൾ, 3500 മുതൽ 4000 കമ്പനികളുണ്ട്. അമേരിക്കയിൽ കോട്ട് മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ. അപ്പം അതിൽ ജോലി ചെയ്യുന്ന ഏകദേശം 6 ലക്ഷത്തോളം പേരുടെ ജോലി ഒറ്റ മാസത്തിനുള്ളിൽ അങ്ങ് പോകും. ഇതാണ് അതിൻ്റെ സിമ്പിൾ കാൽക്കുലേഷൻ. ഒരു മാസം. അത് ഏകദേശം 3 മുതൽ 4 മാസം വരെ 50% നീണ്ടു നിൽക്കുമ്പോൾ അത് ടാരിഫ്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഏകദേശം 13 മുതൽ 14 ലക്ഷം പേരുടെ ജോലി തീർന്നു പോകും. കാരണം കണ്ടിന്യൂവേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കമ്പനികളുണ്ട്. അതായത് വൻകിട കമ്പനികൾ, ഇപ്പോൾ ആപ്പിൾ, അതിൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഈ മാക്സ് പ്രോ എന്നൊക്കെ പറയുന്ന സംഭവം മാനുഫാക്ചർ ചെയ്യുന്ന അവിടെയാണ്. അങ്ങനെ പല കമ്പനികളുണ്ട്, ഇഷ്ടം പോലെ കമ്പനികൾ, വലിയ വലിയ കമ്പനികൾ. അതായത് 6 മാസം നീണ്ടു നിൽക്കുമ്പോൾ ഈ കമ്പനികളിൽ, അതായത് ഈ വലിയ കമ്പനിയും ചെറിയ കമ്പനിയും ഉൾപ്പെടെ ഏകദേശം 12 മുതൽ 13 ലക്ഷം പേരുടെ ജോലി തീർന്നു പോകും. ഇതാണ് നമ്മളതിൻ്റെ സിമ്പിൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഈ പറയുന്ന 3 മാസം 4-5 മാസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് റിസഷൻ ഉണ്ടാകും. അപ്പം ഈ പറയുന്ന ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം നീണ്ടു നിൽക്കുമ്പോൾ ഈ സ്മോൾ ആൻഡ് മീഡിയം ലെവൽ കമ്പനികൾ നിലനിൽക്കുന്ന 3ഓളം സിറ്റികളാണ് ഈ പറയുന്ന കോസ്റ്റൽ സിറ്റികൾ. അവിടെ ലോക്കൽ റിസഷൻ ഉണ്ടാകും. കാരണം ഇത്രയും പേരുടെ ജോലി പോകുമ്പോൾ ഇവർ പിന്നെ സിറ്റിയിൽ താമസിച്ച് കഴിയുമ്പോൾ അവർക്കവിടെ വാടക കൊടുത്ത് അതിൻ്റെ എക്സ്പെൻസ് താങ്ങാൻ പറ്റത്തില്ല. ഇവർ നേരെ അങ്ങ് തിരിച്ചു പോകും. അതേപോലെ ഈ 6 ലക്ഷത്തോളം പേര് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് പലതുമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ലോൺ അടയ്ക്കാതെ പറ്റാതെ വരും. അതായത് ബാങ്കിൽ ക്രൈസിസ് ആവും. ഈ 4 മുതൽ 5 മാസം നീണ്ടു പോകുമ്പോൾ എന്തുകൊണ്ടാണ് റിസഷൻ വരുന്നത്? ഇത്രയും പേരുടെ ജോലി മാത്രം പോകുമ്പോഴല്ല, സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോവും, കറൻസി ഡീവാലുവേഷൻ ഉണ്ടാകും. അതായത് അമേരിക്കയുടെ മാർക്കറ്റ് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് കയറാൻ പറ്റാതാകും. അപ്പോഴെന്ത് ചെയ്യും? അവിടെയുള്ള കമ്പനികൾ, ചൈനയിലുള്ള വലിയ വലിയ കമ്പനികൾ, ചെറിയ കമ്പനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയുള്ള വലിയ കമ്പനികൾ എന്ത് ചെയ്യും? നേരെ വിയറ്റ്നാമിലോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് പോകും. അതുകൊണ്ടാണ് വിയറ്റ്നാം 0 എന്നും പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് ടാരിഫ് താർത്താത്തത്.
അതിനെപ്പറ്റി അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി പറയുന്നത് അവർ സീറോ ആക്കിയത് ചൈനീസ് സാധനം വിയറ്റ്നാം വഴി അമേരിക്ക വിടാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെയും കയറി അമേരിക്ക മോണിറ്റർ ചെയ്യും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രേഡ് വാർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടാണ് എസ്കലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലോകത്ത് മുഴുവനും ഗ്ലോബലി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യ എങ്ങനെയാണ് ആദ്യത്തെ, അതായത് ഇതിൻ്റെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴ റിയാക്ഷൻ പറഞ്ഞു. അമേരിക്കയിലും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പുറകിലോട്ട് പോവുകയാണ്, വളരെ വളരെ താപ്പോട്ട് പോവുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് അവരെത്രയും പെട്ടെന്ന് അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ടാരിഫിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. അവിടെയും ട്രംപ് പറഞ്ഞിരിക്കുന്ന വാണിംഗ് ഉണ്ട്. ഏതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയുടെ മുകളിൽ റിറ്റാലിയേറ്ററി ടാരിഫ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെ സിമ്പിളായിട്ട് കാണാൻ അമേരിക്ക തയ്യാറല്ല. അവർക്കെതിരെ നടപടിയെടുക്കും. അവർക്കെതിരെ ഫുൾ ഫോഴ്സായിട്ട് 50, 60, 100% വരെ ടാരിഫ് ഏർപ്പെടുത്തും. ഇത് വാൺ ചെയ്തേക്കുവാണ്. ട്രംപ് എന്ന് പറയുന്നയാൾ നമ്മൾ മനസ്സിലാക്കേണ്ട നല്ല ബിസിനസ്സുകാരനും കച്ചവടക്കാരനാണ്. അപ്പം അയാൾ ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ ആദ്യത്തെ വിക്ടിം എന്ന് പറയുന്നത് ശരിക്കുള്ള വിക്ടിം ചൈനയാണ്. കാരണം ചൈനീസ് മാർക്കറ്റും ചൈനീസ് സാധനവും ഈ 400 ബില്യൻ്റെ പ്രോഡക്റ്റ് ഈ ചൈനയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചൈന ഇത് പെട്ടെന്ന് 50% ആക്കുമ്പോൾ വെടിതീർന്നു പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ സാധനങ്ങൾ ഇത്രയും പറയുന്ന ആൾക്കാർക്ക് എവിടെ പോയി ജോലിയാണ് കൊടുക്കുന്നത്? ഇവിടെ ഈ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നവരധികം പേര് വലിയ വലിയ കമ്പനി വിയറ്റ്നാമിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടോ പോകുന്നു. ആ സമയത്ത് ഇന്ത്യ അതേപോലെ ഗെയിം കളിച്ച് ഇന്ത്യ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ടാരിഫ് കുറച്ചോണം. കാരണം അല്ലെങ്കിൽ അടുത്ത് ഇന്ത്യയുടെ ക്ലച്ചേ കയറി പിടിക്കുക. കാരണം ഇന്ത്യക്ക് അവിടെ വീണ്ടും ഒരു കുഷൻ തന്നിരിക്കുകയാണ്. ബേസിക്കലി 50% ചൈനയുടെ മറ്റുള്ള രാജ്യങ്ങളോടും പറഞ്ഞ് ഇന്ത്യക്കൊരു കുഷൻ ഉണ്ട് ഇപ്പോഴും. അപ്പം അത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് അതൊരു ലോങ് ടൈം സോഫയാക്കി മാറ്റിക്കണം. കാരണം പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ഈ ടാരിഫ് ഇന്ത്യയും കൂടെ കയറി ബാധിക്കും. ഇപ്പം വിയറ്റ്നാം ഈ പറയുന്നത് സീറോയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഈ വിയറ്റ്നാം തന്നെ ഇപ്പം നേരത്തെ ഡോളറെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ ട്രേഡിൽ. അത് അമേരിക്ക കൈയോടെ പിടിക്കുകയും ചെയ്തു, പ്രശ്നമൊക്കെ ആകുകയും ചെയ്തു. ഇപ്പം ഇതേപോലെ തന്നെ ചൈനയ്ക്ക് ഇപ്പം വിയറ്റ്നാം വഴി കയറ്റിവിടാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ. കാരണം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന സാധനമെല്ലാം മാനുഫാക്ചർ ചെയ്ത സാധനമെല്ലാം പെട്ടെന്ന് 34% ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണത് പെട്ടെന്ന് എങ്ങനെയുണ്ട് പിന്നെന്താ ഒരു വഴി? എവിടെ കൊണ്ടുപോയി വിൽക്കും? അതായത് ഈ ചൈനയുടെ പല വലിയ വലിയ കമ്പനികളുണ്ട്. കാരണം അമേരിക്കയിൽ മാത്രം സപ്ലൈ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന വലിയ കമ്പനികളുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ഒത്തിരി ചോദ്യങ്ങളും പറച്ചിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 3 ഫ്ലൈറ്റിനകത്ത് ഫുള്ള് ഐഫോൺ കുത്തി നിറച്ച് അമേരിക്കയെ കൊണ്ടുപോയത്. രാത്രിയും പകലും ഇല്ലാതെ ഫ്ലൈറ്റ് ഓടി. കാരണം ട്രംപിനെ പേടി. ഇത് ചൈനയിൽ വലിയ ഇഷ്യൂ ആയേക്കുവാണ്. ഇപ്പം ചൈന പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ട്രേഡ് വാർ. ട്രേഡ് വാർ അതിൻ്റെ പീക്കിലോട്ട് കയറിപ്പോവുക. ലോകം മുഴുവനും അത് മാത്രമാണ്, വേറൊരു ടോപ്പിക്ക് സംസാരമില്ല. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും? ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു, WTO വേൾഡ് ട്രേഡ് ഓർഗൻ അതിനൊക്കെ മടക്കി ചൂട്ട് ദൂരെ കളഞ്ഞു. ചൈന അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി. പുള്ളി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് WTO വേണ്ടെന്ന് അമേരിക്ക തീരുമാനിച്ചു. പിന്നെ എന്ത് ചെയ്യും? ഇപ്പം മനസ്സിലാക്കേണ്ടത് ട്രംപ് പറയുന്നൊരു സംഭവമുണ്ട്. വളരെയധികം ദീർഘകാലം ഡീക്കേഡ്സ് ആൻഡ് ഡീക്കേഡ് അമേരിക്കൻ മാർക്കറ്റ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം എൻജോയ് ചെയ്തു. ഇനി അത് വേണ്ട. അതാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞങ്ങൾ സംരക്ഷിക്കാം. അതായത് ഗിവ് ആൻഡ് ടേക്ക്. അതായത് പഴയ പോലെ നടക്കില്ല. അതിനെപ്പറ്റി അമേരിക്കൻ മീഡിയയും ഗ്ലോബൽ മീഡിയ എന്ത് എഴുതിയാലും ട്രംപ് അതിൻ്റെ ഒരു ഡിസിഷനാണ്. അയാളെ ചലഞ്ച് ചെയ്യാൻ തൽക്കാലം ഇന്നൊരു രാജ്യങ്ങൾക്ക് പവറൊന്നുമില്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പോയി കാലേ പിടിച്ചത്. ഇതാണ് അതിൻ്റെ കാര്യം. ഇത് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ജർമ്മനിയിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂ ചെറുതും വലുതൊന്നുമല്ല.
കാരണം ജർമ്മൻ കാർ മേക്കേഴ്സിന് ഈ സാധനം അവിടെ പോയില്ല എങ്കിൽ, ആ മാർക്കറ്റ് ക്യാപ്ചർ ഇതേപോലെ അവരുടെ കാറുകൾ അവിടെ വിറ്റില്ല എങ്കിൽ അവർ എവിടെ കൊണ്ട് ഈ കാറ് വിൽക്കും? അത്രയും പണമുള്ള, അത്രയും വിലയുള്ള കാറുകൾ യൂറോപ്പിലും അമേരിക്കയിലും അതിന് വളരെ കുറച്ചൊക്കെ ഉള്ളൂ മറ്റ് രാജ്യങ്ങളിൽ. ഇത് എവിടെ കൊണ്ടിട്ട് വിൽക്കും? ഇതാണ് ഈ ചോദ്യം വരുന്നത്. ഇവിടെയാണ് ചൈനയും ഈ രാജ്യങ്ങളൊക്കെ പെട്ടുപോകുന്നത്. പക്ഷെ ഇവിടെ സ്ട്രാറ്റജിക്കലി ഇന്ത്യക്കൊരു കുഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ഒരു ചെറിയ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എത്ര നാൾ വിയറ്റ്നാമും മറ്റുള്ള രാജ്യങ്ങൾ അവർ ഈ പറയുന്ന പല രീതിയിലുള്ള കൺസൾട്ടേഷൻ ഈ രാജ്യങ്ങൾ അമേരിക്ക നടത്തുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചൈനയുമായിട്ടുള്ള നെഗോസിയേഷൻ അമേരിക്ക ടെർമിനേറ്റ് ചെയ്തു. കാരണം അവർ ഈ പറഞ്ഞ റിട്ടാലിയേഷൻ അവർ കുറച്ചില്ല എങ്കിൽ അവരുമായിട്ട് ഫർദർ നെഗോസിയേഷൻ ഇല്ല. ഇതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ തീരുമാനം. മനസ്സിലാക്കേണ്ടത്, ചൈനയിൽ അങ്ങനൊരു പ്രശ്നവും ട്രംപിൻ്റെ 50% ടാരിഫ് വരുമ്പോൾ ഈ കമ്പനികൾക്ക് ഇന്ത്യയിൽ വരാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുക്കി കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ ട്രേഡിങ്ങിൻ്റെ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓപ്പൺ വേ ആണ്. അതെങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുതലാക്കുക, അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതൊക്കെ വരാനുള്ള ദിവസങ്ങൾ 4-5 ദിവസത്തിലതിൻ്റെ യഥാർത്ഥ പിക്ചറുകളൊക്കെ പുറത്തു വരും. അപ്പോൾ ഇതിന് എക്സാക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ ഒരുങ്ങും. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ മെക്സിക്കോയാണ്. ഏറ്റവും കൂടുതൽ സാധനം അവിടുന്ന് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ചൈനയാണ്. ഈ ചൈന തകർന്നു കഴിയുമ്പോൾ അതെങ്ങനെ ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കും, അതിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒക്കെ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല.
മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.